ലൈഫിൽ അത്യാവശ്യം വേണ്ട കുറച്ച് സെൻറ്റൻസുകൾ ഇന്ന് നമുക്ക് നോക്കിയാലോ. ഏറ്റവും ബേസിക് ലേണേഴ്സിനാണ് കേട്ടോ ഈ വീഡിയോ ഉപകാരപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് ലോങ്ങിൽ എല്ലാ ദിവസവും നമ്മൾ പറയുന്ന സെൻറ്റൻസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ വാക്ക് നോക്കാം. ഈ എല്ലാ ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന എല്ലാത്തിലും 2 വാക്കുകളേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത്രയും ചെറിയതാണ്, എന്നാൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടതാണ്. ഈ വീഡിയോ കഴിയുമ്പോൾ മുതൽ നിങ്ങൾക്ക് ഈ വാക്കുകളെല്ലാം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിച്ചു തുടങ്ങും. അപ്പോൾ ആദ്യത്തെ വാക്ക് നോക്കിയാലോ. മനസ്സിലായി. നമ്മൾ പറയില്ലേ, എനിക്ക് മനസ്സിലായി എന്ന് പറയില്ലേ, ഐ ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി എന്നാണ് അർത്ഥം. എനിക്കോ നമ്മൾ ചോദിക്കില്ലേ, എനിക്കാണോ എന്ന് ചോദിക്കില്ലേ, ഫോർ മീ. എനിക്കാണോ അല്ലെങ്കിൽ എനിക്കോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ മീ. അത്രയേ ഉള്ളൂ, ഫോർ മീ. എനിക്കാണോ എന്ന് ചോദിക്കുന്നതാണ് ഫോർ മീ. കുറേ താമസിച്ചു കേട്ടോ, ഇറ്റ്സ് ടു ലേറ്റ്. അത് കുറേ വൈകിപ്പോയി എന്നെങ്ങനെയാ പറയാ, ഇറ്റ്സ് ടു ലേറ്റ്. ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകി പോവുക എന്നുള്ള അർത്ഥം. സോ ഇറ്റ്സ് ടു ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചധികം വൈകിപ്പോയി എന്നാണേ. തീരുമാനിക്കുന്നെങ്കിൽ ഇതേ ഇപ്പോൾ തീരുമാനിക്കുക എന്ന് പറയില്ല, ഇപ്പോൾ തീരുമാനിക്കുക. ഡിസൈഡ് നൗ. ഡിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനിക്കൂ. നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ. സോ ഡിസൈഡ് നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തീരുമാനിച്ചോട്ടോ എന്നാണേ. എനിക്കറിയാം, ഐ നോ ദാറ്റ്. എനിക്കത് അറിയാം. എങ്ങനെയാ പറയാ, ഐ നോ ദാറ്റ്. എനിക്കത് അറിയാം എന്ന് പറയാനായിട്ട് ഐ നോ ദാറ്റ് എന്ന് പറയാം. അതെൻ്റെ തെറ്റാണ്, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. അതെൻ്റെ തെറ്റാണ് എന്ന് എങ്ങനെ പറയാം, തെറ്റ് എന്നതിന് മിസ്റ്റേക്ക് എന്ന് പറയാം. എൻ്റെ എന്ന് പറയാനായിട്ട് മൈ എന്ന് പറയാം. അത് എന്ന് പറയാനായിട്ട് ഇറ്റ്സ് എന്ന് പറയാം. സോ ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ തെറ്റാണ്. ഇതൊന്ന് പിടിക്കോ, ഹോൾഡ് ദിസ്. ഹോൾഡ്, പിടിക്കുക എന്നതിന് ഹോൾഡ് എന്ന് പറയാം. ഇത് എന്ന് പറയാനായിട്ട് ദസ് എന്ന് പറയാം. ഹോൾഡ് ദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിടിക്ക് എന്നാണ് കേട്ടോ. അത് മറക്ക്, ഫൊഗറ്റ് ഇറ്റ്. അത് മറന്നേക്ക്, പോട്ടെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഫൊഗറ്റ് ഇറ്റ്. അത് മറന്നേക്കൂ എന്ന് പറയാനായിട്ട് ഫൊഗറ്റ് ഇറ്റ് എന്ന് പറയാം. ഇത് നിനക്കാണ് കേട്ടോ, ഫോർ യു. ദിസ് ഇസ് ഫോർ യു. നമ്മൾ എന്തെങ്കിലും സാധനം കൊടുത്തിട്ട് നമ്മൾ പറയില്ലേ, ഇത് നിനക്കാണ് കേട്ടോ, ദിസ് ഇസ് ഫോർ യു. ദിസ് ഇസ് ഫോർ യു. നിനക്കായി, നിനക്ക് വേണ്ടി എന്ന് പറയാനാണ് നമ്മൾ ഫോർ യു എന്ന് ചേർക്കുക. സോ ദിസ് ഇസ് ഫോർ യു. ഇത് നിനക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്തെങ്കിലും ഒരു സ്ഥലം കുട്ടിക്കൊരു കുറച്ച് ചോക്ലേറ്റ് ആണെങ്കിലും നമ്മൾ കൊണ്ടുവന്നിട്ട് ഇത് നിനക്കാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ഫോർ യു. ഇപ്പം തന്നെ പഠിച്ചു നോക്കിട്ടോ. വളരെ ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസുകളാണ് ഇതെല്ലാം. പിന്നെ കാണാം. സീ യു ലേറ്റർ. ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നുള്ള അർത്ഥമാണ്. സോ സീ യു ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാമെന്നാണ്. ഇനിയും കാണാമെന്നാണെങ്കിലോ സീ യു അഗെയിൻ. അഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും. സോ വീണ്ടും കാണാമെന്ന് പറയാനായിട്ട് സീ യു അഗെയിൻ എന്ന് പറയാം. പിന്നെ കാണാമെന്നാണെങ്കിൽ സീ യു ലേറ്റർ എന്ന് പറയാം. ആരാ പറഞ്ഞത്, ഹൂ സെഡ് ദാറ്റ്. ആരാ അത് പറഞ്ഞത്, ഹൂ സെഡ് ദാറ്റ്. എപ്പോഴും നമുക്ക് വേണ്ടൊരു സെൻറ്റൻസ് അല്ലേ, അത് ആരാ പറഞ്ഞേ, ഹൂ സെഡ് ദാറ്റ്. എപ്പോഴും വേണ്ടതാണ്. ഇപ്പം തന്നെ പഠിച്ചു വെച്ചോട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ എല്ലാ സെൻറ്റൻസുകളും ഇപ്പം മുതൽ നിങ്ങൾക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് കൂടുതലും ബിഗിനേഴ്സ് ആയിരിക്കും, ബേസിക്സ് പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ സെൻറ്റൻസുകളാണ് പഠിപ്പിച്ചത്. ഓരോന്നിൻ്റെയും ഗ്രാമർ പറഞ്ഞ് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരൊറ്റ വീഡിയോയിൽ കൂടെ എനിക്ക് സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ നിങ്ങൾ ആ ഗ്രാമറിൻ്റെ ഒപ്പം തന്നെയാണ് ഇതുപോലെ സെൻറ്റൻസുകൾ പഠിക്കുന്നതെങ്കിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും എന്നുള്ളതിൽ ഒരു സംശയമില്ല കേട്ടോ. അപ്പോൾ ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ ഈ സെൻറ്റൻസ് ഒക്കെ പറഞ്ഞു തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. എനിക്കും പറയാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്കും ഇതെല്ലാം സാധിക്കുന്നുണ്ടല്ലോ എന്നൊരൊറ്റ കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം എനിക്ക് ഒരിക്കലും പറ്റില്ല എന്ന് മനസ്സിനെ പറഞ്ഞങ്ങ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇതൊന്നും സാധ്യമാവില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ പഠിപ്പിച്ച എല്ലാ സെൻറ്റൻസുകളും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുക. പതിയെ ഗ്രാമർ പഠിക്കുക. അതല്ലെങ്കിൽ നമുക്ക് ബിഗിനേഴ്സിന് മുതലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇംഗ്ലീഷ് ബസ്സിൽ കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാം 5 വർഷം മുന്നേ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രം, ബേസിക്സ് ലേണേഴ്സിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലും ഞാനും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു, 5-6 വർഷം ആവാറായി ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനലും ഞാനും ഈ സോഷ്യൽ മീഡിയയിലൂടെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് എന്നുള്ളതിൽ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് അവർക്ക് തന്നെയാണ് എപ്പോഴും ഇമ്പോർട്ടൻസ്. ബേസിക് ലേണേഴ്സ്, ബിഗിനേഴ്സ്, ടീച്ചേഴ്സ്, അങ്ങനെ നേഴ്സസ്, അങ്ങനെ ഓരോ കാറ്റഗറീനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് നമ്മളുടെ ക്ലാസ്
ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നു കേട്ടോ. സോ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ബേസിക് ക്ലാസ്സുകളൊക്കെ എല്ലാ മാസവും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ എല്ലാവർക്കും നല്ലൊരു ജേർണി ആവട്ടെ. നിങ്ങളുടെ എയിം എന്താണോ അത് എത്ര പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ താങ്ക് യു.